ഹായ്, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എന്നും ഈ സമയത്താണോ എണീക്കുക എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഞാൻ ലേറ്റ് ആവും എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് മുതൽ ദിവസം ഒരു പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഒത്തിരി നാൾക്ക് ശേഷം എണീച്ചത് കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ ടു ഡു ലിസ്റ്റ് എഴുതുന്ന പരിപാടി ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഡേ എന്നും ഒരു പ്രൊഡക്റ്റീവായിട്ടിരിക്കും കേട്ടോ. അപ്പം അതെനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇത് എന്ന് മടിച്ചു നിർത്തിയോ അന്നാണ് എനിക്കും എന്താ പറയുക, ഒരു ദിവസത്തിന് തുടക്കമില്ലാതായി പോയത്. ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ഒത്ത് പുറത്തിരുന്നാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാറ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന ശേഷം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാഗിയായിരുന്നു. മിക്സ് മാഗിയാണ് കേട്ടോ. അതായത് മസാല മാത്രമല്ല, വെജിറ്റബിളും എഗ്ഗൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇന്ന് മാഗി ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഭയങ്കര രസമായിട്ട് കഴിക്കുന്നത് തന്നെ എൻ്റെ ഉമ്മായൊക്കെ കൈയിട്ട് വാരി "ഓ കൊള്ളാലോ" എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഏതൊരു ഡിഷ് ആകുമ്പോഴും നമ്മൾ എന്നും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൂടത്തില്ലേ, അതാണ് സംഭവം. അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുഡിങ്ങിൽ കുറച്ചെടുത്ത് ഞാൻ ഒന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എൻ്റെ പണിപ്പുരയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് എൻ്റെ സ്ഥലമല്ല, എൻ്റെ റൂമല്ല ഇത്. ഇതിപ്പം ജസ്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചൊരു മുറിയാണ് കേട്ടോ. ഇപ്പം ഇവിടാണ് തൽക്കാലം ഞാൻ ചെന്ന് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇതിനകത്താണ്. ആകെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കാണ്. അപ്പം ഞാൻ എന്നും ക്ലീൻ ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ഭയങ്കര മടിയാണ്. സമയം കിട്ടുന്ന സമയത്താണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് തന്നെ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇതുപോലെ 2 ദിവസമൊക്കെ കൂടുമ്പോഴായിരിക്കും ക്ലീനിങ്ങും പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊരു ഷോർട്സ് ഇട്ടായിരുന്നു. അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ടോയ് സ്റ്റോറേജ് ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ നടന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിതിവിടെ എടുക്കുവാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്ന് കവർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വൈറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ആ വൈറ്റ് പേപ്പർ വെച്ചിട്ട് യൂസ് ചെയ്ത് ഇങ്ങനെ കവർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ കുറേ പേപ്പേഴ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത്, ഇത് മൊത്തം കാർഡ്ബോർഡാണ് കേട്ടോ. കാർഡ്ബോർഡ് ഇതേപോലെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു, കളർ കൊടുത്തു. എന്നിട്ട് മോളെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ പേര് എഴുതിയിട്ടുണ്ട്, കുറച്ച് കളർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് മൂക്കും കണ്ണൊക്കെ വരച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ടോയ് സ്റ്റോറേജ് ഐഡിയ റെഡി, സിമ്പിളായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിള്ളേർക്ക് ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്ന സംഭവങ്ങൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ടോയ് സ്റ്റോറേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഈ കാർഡ്ബോർഡിനകത്ത് നല്ല വൃത്തിയുള്ള കാർഡ്ബോർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അകത്ത് എന്ത് ചെയ്തു, ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് വേറൊരു കാർഡ്ബോർഡ് കവർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ഈ സാധനമൊക്കെ ഒന്ന് വൃത്തികേടാവാതിരിക്കും. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മുകളില് നമ്മള് ഈ ഏത്തപ്പഴം പൊടിക്കാൻ വേണ്ടി വെക്കത്തില്ലേ, കുഞ്ഞു പിള്ളേർക്ക് കാച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടി മുകളിൽ കൊണ്ട് വെച്ചിരുന്നു കേട്ടോ, കട്ട് ചെയ്ത്. അപ്പൊ മഴക്കോള് കണ്ടുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇതേപോലെ പോവുകയും ചെയ്യും, ഒന്ന് ഇളക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്ത് പോയാൽ അറിയത്തുകൂടിയില്ല. നമ്മൾ ഈ ഫാനൊക്കെ ഇട്ട് റൂമിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്താവും എന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കണം. ഇത് എൻ്റെ മുകളിലത്തെ എൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ 2 നിലയാണ് എൻ്റെ വീട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഉള്ള വ്യൂ ഇതാണ്. ഇവിടെ ഞാൻ കൊണ്ട് നമ്മൾ സാധനം വെക്കുന്നത് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഇതേപോലെ ഒരു ഷീറ്റിൽ ഇട്ടൊന്ന് വെക്കുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങി കിട്ടും. നമ്മൾ ഈ താഴെ മുറ്റത്ത് വെയിൽ കൊണ്ട് വെക്കുന്നതിനേക്കാളും നല്ലതായിട്ട് പെട്ടെന്ന് നല്ല വടി പോലെ ഉണങ്ങി കിട്ടും കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം ഒരു സെറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഇവിടെയൊക്കെ ഇരിക്കും, 2 ദിവസം കൂടി ഇരിക്കുമ്പോൾ തന്നെ സാധനം സെറ്റായി കിട്ടും. അതിനുശേഷം ലഞ്ച് ടൈമാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഇച്ചിരി നേരം അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് സമയമൊക്കെ അങ്ങനെ പോയി കിട്ടും. അടുത്ത പരിപാടി ക്ലീനിങ് ആണ് കേട്ടോ. ഈ ടേബിള് ക്ലീൻ ചെയ്തെടുക്കണം എന്നും വിചാരിക്കുന്ന സംഗതിയാണ്. പക്ഷെ പിന്നാവട്ടെ, നാളെ ആവട്ടെ. നേരത്തെ പറഞ്ഞ സംഭവമില്ലേ, മടി. പക്ഷെ ഇന്നത്തെ ദിവസം എന്താണ്, നമ്മളത് പ്രൊഡക്റ്റീവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ എല്ലാം കറക്റ്റ് പോലെ ചെയ്യണമല്ലോ. അതിൻ്റെ ഇടയ്ക്കൂടെ പോയി ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷമാണ് ക്ലീനിങ് പരിപാടി ചെയ്യുന്നത്. കുളിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വലിയ ശരീരം വിയർക്കുന്ന പരിപാടിയൊന്നും അല്ലല്ലോ, റൂമിനകത്തെ പരിപാടിയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ കുളിച്ചിട്ടൊക്കെ വന്നത്. അല്ലെങ്കിലും അങ്ങനെ ഇന്ന സമയത്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നടക്കുന്ന ഒരു സിറ്റുവേഷനും അല്ല എൻ്റെ ഇപ്പോഴത്തേത്. ടേബിള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ മെയിൻ കാരണം തന്നെ ഞാൻ മീഷോയിൽ നിന്നൊരു ഇപ്പോൾ ഒരു ഓഫർ സെയിൽ നടന്നില്ലേ, അപ്പം ഞാനൊരു 3, 4
ബോക്സ് 3 ബോക്സ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞൊരു ബോക്സ് ഫ്രീയും കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ അതിലൊന്ന് നല്ല അടച്ച് വൃത്തിയാക്കി ഈ ടേബിളിൽ സാധനങ്ങൾ വെക്കാമെന്നൂടെ കരുതിയിട്ടാണ് കേട്ടോ ഈ ടേബിള് ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. മീഷോയിന്ന് മേടിച്ചെങ്കിലും നല്ല കിടിലൻ സാധനമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 200 രൂപ എന്തോ ആയിട്ടുള്ളൂ കേട്ടോ ഇത്രയും സാധനത്തിനും കൂടെ. അങ്ങനെ ഞാന് എൻ്റെ നേരത്തെ ഈ DIY ഓർഗനൈസർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഞാൻ എന്താ ഇതിനകത്തോട്ട് മാറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ റൂമിലത്തേക്ക് ഈ ഓർഗനൈസർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇപ്പോൾ തൽക്കാലം ഇത് മാറ്റുന്നത്. മാത്രമല്ല ഈ കുഞ്ഞിൻ്റെ സാധനമാകുമ്പോൾ തന്നെ എപ്പോഴും വെള്ളം നനയും. നനയുന്നത് കൊണ്ട് തന്നെ ഇത് ചീത്തയായി പോവും. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് ആകുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഞാൻ മെഡിസിൻസ് എല്ലാം ഒരു ട്രേയിലും പിന്നെ ഈ നമ്മളെ ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീംസ്, ലോഷനൊക്കെ വേറൊരു ട്രേയിലും അങ്ങനെ സെപ്പറേറ്റ് ആണ് ഞാനിപ്പോൾ റെഡിയാക്കി വെക്കുന്നത്. അങ്ങനെ എല്ലാം അടുക്കി പറക്കി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പെട്ടിയേ ആവശ്യം വന്നുള്ളൂ എനിക്ക്. അങ്ങനെ അത് ഇനി എല്ലാം ഇതേപോലെ അടുക്കി ഒതുക്കി വെക്കുവാണ് കേട്ടോ. ഡയപ്പർ വെച്ചിരിക്കുന്ന സാധനം മാത്രം ഞാൻ മാറ്റിയില്ല. കാര്യം അതിനകത്തിരിക്കുമ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് കൊണ്ട് അത് ഞാൻ മാറ്റിയില്ല. അത് അതുപോലെ തന്നെ വെച്ചു. അപ്പോൾ നമ്മളെ ടേബിൾ ഓർഗനൈസേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫുള്ള് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഒരു ഈവനിങ് വരെ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് കേട്ടോ. അപ്പം വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ താങ്ക് യു.